ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കരുത്തരായ മോഹൻ ബഗാന് ഡ്യൂറന്റ് കപ്പിൽ ഒരു അപ്രതീക്ഷിത തിരിച്ചടിയായിരുന്നു സംഭവിച്ചിരുന്നത്. അതായത് ചിരവൈരികളായ ഈസ്റ്റ് ബംഗാൾ അവരെ പരാജയപ്പെടുത്തുകയും ഡ്യൂറന്റ് കപ്പിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട വിദേശ താരങ്ങൾ എല്ലാവരും മോഹൻ ബഗാന് വേണ്ടി കളിച്ചിരുന്നു. പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു തോൽവിയാണ് ഈസ്റ്റ് ബംഗാളിനോട് അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. അതേ ഈസ്റ്റ് ബംഗാൾ ഐ ലീഗ് ക്ലബ്ബായ ഡയമണ്ട് ഹാർബർ FC പരാജയപ്പെട്ടുകൊണ്ട് പിന്നീട് പുറത്താവുകയും ചെയ്തിരുന്നു. ഏതായാലും ഇതിന് പിന്നാലെ കാര്യങ്ങൾ എല്ലാം മോഹൻ ബഗാൻ കർശനമാക്കിയിട്ടുണ്ട്. അതായത് ട്രെയിനിങ് ക്യാമ്പ് ഇപ്പോൾ വളരെ ഇന്റൻസിറ്റിയോട് കൂടിയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. താരങ്ങളെ ഇനി റിലീസ് ചെയ്യില്ല എന്ന തീരുമാനം മോഹൻ ബഗാൻ എടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇന്ത്യൻ ദേശീയ ടീമിലേക്ക് പോലും താരങ്ങളെ റിലീസ് ചെയ്യേണ്ടതില്ല എന്ന തീരുമാനമാണ് മോഹൻ ബഗാൻ എടുത്തിട്ടുള്ളത്. കൂടാതെ ഉടൻ തന്നെ ഒരു സൈനിങ് ക്ലബ്ബ് നടത്തുമെന്നും മാർക്കസ് മെർഗുലാവോ പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ അക്കാര്യത്തിലൊരു വ്യക്തത വന്നിട്ടുണ്ട്. മുംബൈ സിറ്റിയുടെ ഇന്ത്യൻ പ്രതിരോധ നിര താരമായ മെഹ്താബ് സിംഗിനെ ഇപ്പോൾ മോഹൻ ബഗാൻ സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് കാലമായി മോഹൻ ബഗാൻ ഈ താരത്തിന് വേണ്ടി ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ മുംബൈ സിറ്റി അതിന് സമ്മതിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ അതിവേഗത്തിലാക്കി മുംബൈ സിറ്റിയുടെ ആവശ്യങ്ങൾ മോഹൻ ബഗാൻ അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു സെന്റർ ബാക്കിനെ ഇപ്പോൾ മോഹൻ ബഗാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതോടുകൂടി അവരുടെ ആ ഒരു പൊസിഷൻ വീണ്ടും ശക്തി വർദ്ധിച്ചു എന്നുള്ളതാണ്. മികച്ച ഒരു ഇന്ത്യൻ പ്രതിരോധ നിര താരത്തെ കൂടി മോഹൻ ബഗാൻ സ്വന്തമാക്കിയിട്ടുണ്ട്. ഒരുപാട് കാലമായി ഇപ്പോൾ മുംബൈ സിറ്റിക്ക് വേണ്ടി കളിക്കുന്ന താരമാണ് മെഹ്താബ് സിംഗ്. നേരത്തെ ഈസ്റ്റ് ബംഗാളിന് വേണ്ടി ഇദ്ദേഹം കളിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ദേശീയ ടീമിന് വേണ്ടിയും ഇദ്ദേഹം കളിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ മികച്ച ഒരു താരത്തെയാണ് മോഹൻ ബഗാൻ ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അവരുടെ കരുത്ത് വർദ്ധിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.